ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാഹിത്യ ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടുകൊണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാമാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ. രണ്ടാമത്തെ ചോദ്യം: നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് ആരാണ്? കൈനിക്കര കുമാരപിള്ളയാണ് നാടകീയം എന്ന ഗ്രന്ഥം എഴുതിയത്. മൂന്നാമത്തെ ചോദ്യം: മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവെക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം: ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ആസാം പണിക്കാർ എന്ന് പറയുന്ന കവിത എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പ്രശസ്തമായ കവിതയാണ് ആസാം പണിക്കാർ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? അതായത് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്ന ഇന്ദുലേഖയുടെ രചയിതാവ് ആരാണ്? ഇന്ദുലേഖയുടെ രചയിതാവാണ് ഒ ചന്തുമേനോൻ. ഇന്ദുലേഖയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ പ്രശസ്തമായ നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് OV വിജയനാണ്. ഏഴാമത്തെ ചോദ്യം: തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം: VKN എന്നത് ആരുടെ തൂലികാനാമമാണ്? VKN എന്ന് പറയുന്നത് ആരുടെ പെൻനെയിമാണ്? VKN എന്ന് പറയുന്നത് VK നാരായണൻകുട്ടിയുടെ തൂലികാനാമമാണ്. ഒൻപതാമത്തെ ചോദ്യം: ചെറുകാട് എന്നറിയപ്പെടുന്നത് ആരാണ്? ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര്? ഗോവിന്ദ പിഷാരടി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ചെറുകാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്ന പേരിലാണ്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം: NV എന്നറിയപ്പെടുന്നത് ആരാണ്? NV എന്നറിയപ്പെടുന്നത് ആര്? എളുപ്പമുള്ള ചോദ്യമാണ്. NV കൃഷ്ണവാര്യരാണ് NV എന്ന പേരിൽ അറിയപ്പെടുന്നത്. NV എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? NV കൃഷ്ണവാര്യർ. 12ാമത്തെ ചോദ്യം: ആനന്ദ് ആരുടെ തൂലികാനാമമാണ്? ആനന്ദ് എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമം? സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് ആനന്ദ് എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം: മഹാകവി ഒളപ്പം മണ്ണയുടെ പൂർണ്ണനാമം എന്താണ്? ഒളപ്പം മണ്ണയുടെ പൂർണ്ണനാമം എന്ത്? മഹാകവി ഒളപ്പം മണ്ണയുടെ പൂർണ്ണനാമം ഒളപ്പം മണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നാണ്. 14ാമത്തെ ചോദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏതാണ്?
മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യം വർത്തമാന പുസ്തകമാണ്. 15ാമത്തെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളത്തിലെ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യമായ വർത്തമാന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? അതായത് വർത്തമാന പുസ്തകം രചിച്ചത് ആരാണ്? പാറമേക്കാൽ തോമാ കത്തനാരാണ് മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യമായ വർത്തമാന പുസ്തകം രചിച്ചത്. 16ാമത്തെ ചോദ്യം, കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഒരു യാത്രാവിവരണമാണ്. അത് രചിച്ചത് ആരാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ വളരെ പ്രശസ്തമായ യാത്രാവിവരണമാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്നത്. ഇതിൽ കാപ്പിരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുത്ത വർഗ്ഗക്കാരെയാണ്. ഈ ഒരു യാത്രാവിവരണത്തിൽ പറയുന്നത് ആഫ്രിക്കയെ പറ്റിയാണ്. 17ാമത്തെ ചോദ്യം, കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? കാടുകളുടെ താളം തേടി എന്നത് ആരുടെ യാത്രാവിവരണമാണ്? കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന യാത്രാവിവരണം സുജാത ദേവിയുടേതാണ്. കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന യാത്രാവിവരണം എഴുതിയത് സുജാത ദേവിയാണ്. 18ാമത്തെ ചോദ്യം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ യാത്രാവിവരണമാണ് മദിരാശി യാത്ര എന്ന് പറയുന്നത്. ഇതേ ചോദ്യം മദിരാശി യാത്ര ആരുടെ യാത്രാവിവരണം ആണെന്നും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നായിരിക്കും. 18ാമത്തെ ചോദ്യം, കെ.പി. കേശവമേനോൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? കെ.പി. കേശവമേനോൻ്റെ യാത്രാവിവരണം ഏത്? കെ.പി. കേശവമേനോൻ രചിച്ച യാത്രാവിവരണത്തിൻ്റെ പേരാണ് ബില്ലാത്തി വിശേഷം. ഇതേ ബില്ലാത്തി വിശേഷം ആരുടെ യാത്രാവിവരണം ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കെ.പി. കേശവമേനോൻ ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയതാരാണ്? ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയതാര്? എ.കെ. ഗോപാലനാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത്. എ.കെ. ഗോപാലനാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഋതുമതി എന്ന പ്രശസ്ത നാടകം രചിച്ചത് ആരാണ്? പ്രേംജിയാണ് ഋതുമതി എന്ന് പറയുന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ്. ഇനി കുറച്ച് വായനാ ദിനമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വായനാ ദിനമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ ഒരു സാഹിത്യ ക്വിസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ജൂൺ 19ാം തീയതിയാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. എളുപ്പമുള്ള ചോദ്യമാണ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക. 22ാമത്തെ ചോദ്യം, പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പി എൻ പണിക്കർ ജനിച്ചത്. ഇവിടെ പി എൻ പണിക്കരെ പറ്റി പറയാൻ കാരണം നമ്മൾ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ ജൂൺ 19ാം തീയതിയും വായനാ ദിനമായി ആചരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 23ാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? കേരളത്തിൻ്റെ ഭരണഭാഷ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മലയാളം തന്നെയാണ്. 24ാമത്തെ ചോദ്യം, ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യമാണ്? ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം എന്നറിയപ്പെടുന്ന സാഹിത്യം ഏതാണ്? ഗ്രീക്ക് സാഹിത്യമാണ് ഏറ്റവും പ്രാചീനമായ സാഹിത്യം അഥവാ ഏറ്റവും പഴക്കമുള്ള സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ പാകത്തിൽ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്, ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് പറയുന്ന പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് രചിച്ചത് ആരാണ്? ചെമ്മനം ചാക്കോ എന്ന് പറയുന്ന കവിയാണ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത്.
26-ാമത്തെ ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജൂൺ 19-ാം തീയതി വായനാ ദിനമായി ആഘോഷിക്കുന്നത്. അങ്ങനെ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ് കേരളത്തിൽ ജൂൺ 19 വായനാ ദിനം അഥവാ റീഡിംഗ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. 27-ാമത്തെ ചോദ്യം ഇതാണ്, PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? PN പണിക്കരുടെ ഫുൾ നെയിം എന്താണ്? PN പണിക്കരുടെ മുഴുവൻ പേരാണ് പുതുവായിൽ നാരായണ പണിക്കർ. 28-ാമത്തെ ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഇത് ആരുടെ വരികളാണ്? വളരെ പ്രശസ്തമായ വരികളാണ്. ഇത് ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വളരെ പ്രശസ്തമായ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഈ 28-ാമത്തെ ചോദ്യത്തോടു കൂടി ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. സാഹിത്യ ക്വിസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ വായിച്ച ഉടൻ തന്നെ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞ ചോദ്യമാണ്, കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരവും വിന്നറയും പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.